കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ പ്രിയമുള്ളവരെ, നേർച്ചകൾ നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും നേർച്ച നേരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നേർച്ച നേർന്നാൽ അത് ചെയ്യണമെന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലവട്ടം പറഞ്ഞിരിക്കുന്നത്, ആരും നേർച്ച നേരുന്നതിൽ തിടുക്കം കൂട്ടരുത്. കാരണം ചില ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നേർച്ച നിറവേറ്റും. ചിലപ്പോഴൊക്കെ അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മളത് വിട്ടുപോകും. അതൊരു കടമാണ്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ബൈബിളിൽ പറയുകയാണ്, സങ്കീർത്തന പുസ്തകം 76-ാം അധ്യായം, നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. അപ്പോൾ നേർച്ച നേരുന്ന തെറ്റല്ല, പക്ഷെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റണം എന്നുള്ളതാണ്. നിറവേറ്റാതിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് കൃത്യവിലോപമാണ്. നമ്മളോട് നേർച്ച നേരണമെന്ന് ഈശോ പറഞ്ഞിട്ടില്ല. ചെയ്യാം, നമുക്ക് നേർച്ച നേരാം, പക്ഷേ നേർന്നു കഴിഞ്ഞാൽ അത് നിറവേറ്റണം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ നേർച്ച നേരും. മെഴുകുതിരി കത്തിക്കാം, ശാദ്യ ശമ്പളം കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ അടുപ്പിച്ച് ഇന്ന ദിവസം വരാം, ഇത് നമ്മൾ നേർച്ച നേറും. പക്ഷെ പൂർത്തീകരിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് അത് നിർവഹിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്കത് നിറവേറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് കുമ്പസാര വൈദികനോട് പറഞ്ഞ് അത് കുറച്ച് തരാനായിട്ടും നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.